ഇതാണ് എൻ്റെ ഹോം പേജ്. ഇവിടെ കാണുന്നത് എൻ്റെ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന, ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും വാൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. അതിപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ഇവിടെ ഗുഡ് മോർണിംഗ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നും ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടതുഭാഗത്തുള്ള കുറച്ച് ലിങ്കുകളെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഉള്ളത് പ്രൊഫൈൽ എന്നൊരു ലിങ്ക് ഉണ്ട്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന പേജാണിത്. ഇതിൽ നേരത്തെ പോലെ തന്നെ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മൾക്കുള്ള ജനറൽ ഓപ്ഷൻസ്, സോഷ്യൽ ഓപ്ഷൻസ്, ഫിലോസഫി, ഇതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കൺട്രി മാറ്റണമെങ്കിൽ കൺട്രി മാറ്റാം. അതുപോലെ നമ്പർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലിങ്ക് ഒന്ന് നോക്കാം. അക്കൗണ്ട് സെറ്റിങ്സ്. അക്കൗണ്ട് സെറ്റിങ്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ് അക്കൗണ്ട് സെറ്റിങ്സിൻ്റെ പേജ്. ഇതിൽ നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു ജനറൽ ഓപ്ഷൻസ്, സോഷ്യൽ ഓപ്ഷൻസ്, അതുപോലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് ഒന്ന് ഹൈഡ് ഷോ നോക്കി നോക്കാം. ഇത് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടുന്ന് കൺട്രി, സ്റ്റേറ്റ്, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് സേവ് ചെയ്യാം. അതുപോലെ അടുത്ത് തന്നെ സോഷ്യൽ ഇൻഫർമേഷൻ. ഇതിൽ നമുക്ക് നമ്മുടെ മ്യൂസിക്, സ്പോർട്സ്, ബുക്ക്, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഫിലോസഫി, ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം. അതുപോലെ ഒരെണ്ണം കൊണ്ട് പ്രൊഫൈൽ പിക്ചേഴ്സ്, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ ഇവിടുന്ന് മാറ്റാവുന്നതാണ്. ഇവിടെ ബ്രൗസ് ചെയ്ത് വേറെ പിക്ചറൊക്കെ വെക്കാവുന്നതാണ്. എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഇനി മെസ്സേജ്, എന്താണ് മെസ്സേജ് നോക്കാം. മെസ്സേജ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതാണ് മെസ്സേജസ്. ഇതെല്ലാം എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നതൊക്കെ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളാണ്. ഇനി അങ്ങോട്ട് നമുക്ക് റിപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇവിടെ ആർക്കാണോ, എൻ്റെ ഫ്രണ്ട്സുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. മെസ്സേജിൻ്റെ സബ്ജക്റ്റ് അടിക്കുക. എന്താണോ മെസ്സേജ് ചെയ്യുന്നത് നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെൻഡ് കൊടുത്താൽ അവർക്കൊരു മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ലിങ്ക് എന്ന് പറയുന്നത് ഫ്രണ്ട് റിക്വസ്റ്റാണ്. നമുക്ക് ആരെങ്കിലും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇതാണ് ഫ്രണ്ട് റിക്വസ്റ്റിൻ്റെ പേജ്. ഇതിലെനിക്കിപ്പോൾ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഉണ്ട്, അജുഷ കാലിക്കറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്താൽ അവർ നമ്മളെ ഫ്രണ്ടാവും, റിജക്റ്റ് ചെയ്താൽ അത് ഒഴിവായിപ്പോവും. ഓക്കെ. പിന്നെ കൂടുതൽ ഫ്രണ്ട്സുകളെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാണല്ലോ. പിന്നെ ഇവിടെ ഉള്ളത് ആസ്ക് എനിത്തിങ്, ബ്യൂട്ടി ടിപ്സ്. ഈ ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് മലയാളോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ ബ്യൂട്ടി ടിപ്സ്, എൻ്റെ നാട്, ഹെൽത്ത് ടിപ്സ്, അതുപോലെ ഒട്ടനവധി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. മറ്റുള്ള സോഷ്യൽ നെറ്റ്വർക്ക് ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് മലയാളി കഫേയുടെ പ്രവർത്തനങ്ങൾ.